ലോകത്തിൽ പണം കൊടുത്തു വാങ്ങാൻ കഴിയുമായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ വാങ്ങി നിറയ്ക്കണ ഒരു സാധനമായിരിക്കും. എല്ലാവരും ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും ഏറ്റവും കൂടുതൽ വാങ്ങി നിറയ്ക്കണ ഒരു സാധനമായിരിക്കും മനസ്സമാധാനം. എല്ലാ സങ്കടങ്ങൾക്കും ഒടുവിൽ വലിയൊരു സന്തോഷം കാത്തിരിക്കുന്നുണ്ട്. അവിടെ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ സന്തോഷം മാത്രമല്ല ലൈഫ്. സങ്കടങ്ങൾ അനുഭവങ്ങളാണ്. നമ്മൾ ജീവിതത്തിൽ എവിടെയാണ് കറക്റ്റഡ്, നമ്മൾ എവിടെയാണ് തിരുത്തേണ്ടത്. നമ്മളെല്ലാവർക്കും ഒരു ശരികളുണ്ടായിരിക്കും, എല്ലാവർക്കും ഒരു പോരായ്മ ഉണ്ടായിരിക്കും. ആ പോരായ്മ തിരുത്തി മുന്നേറുമ്പോഴാണ് ആ സന്തോഷം നമ്മളെ തേടി വരിക. നമ്മൾ അതിനാരെങ്കിലും ശ്രമിക്കാറുണ്ടോ? നമ്മളുടെ പോരായ്മ മറ്റൊരാൾ ചൂണ്ടിക്കാട്ടിയാൽ പോലും അവരെ വൈരാഗ്യത്തോടു കൂടി നോക്കണേ, കാണണേ, അല്ലെങ്കിൽ അവരിൽ നിന്നും മാറി നിൽക്കാനേ നമ്മൾ ശ്രമിക്കുള്ളൂ. സ്നേഹപൂർവ്വം നിങ്ങളുടെ പോരായ്മ ചൂണ്ടിക്കാട്ടുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സുഹൃത്ത്, ഒരു ബന്ധു നിങ്ങൾക്കുണ്ടെങ്കിൽ അവരും നിങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, സന്തോഷം മാത്രമല്ല ലൈഫ്. മനസമാധാനം നമുക്ക് നേടണമെങ്കിൽ ആദ്യം നമ്മുടെ പോരായ്മ തിരിച്ചറിയണം. ആ പോരായ്മ തിരുത്തി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സന്തോഷവും മനസമാധാനം നമ്മളെ തേടി വരും. അത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. നമ്മളുടെ അനുഭവങ്ങളും നമ്മുടെ ഗുരുവായി മാറണം. എല്ലാവരും സ്കൂളിൽ പഠിച്ചതിന് ശേഷമാണ് പരീക്ഷ എഴുതാൻ പോവുക. പക്ഷെ ജീവിതം പരീക്ഷ എഴുതി ജയിച്ചതിന് ശേഷമാണ് പഠിക്കണത്. ഇവിടെയാണ് ജീവിതം എന്നുള്ളത്. സ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ നമ്മൾ പരീക്ഷ എഴുതണം, പഠിച്ചതിന് ശേഷം പരീക്ഷ എഴുതണം. പക്ഷെ ജീവിതം നേരെ മറിച്ചാണ്. ആദ്യം നമ്മൾ പരീക്ഷ അല്ല പാസ്സാവണത്. പാഠങ്ങൾ നമ്മളെ ലൈഫിൽ ഓരോരോ തിരുത്തലുകൾ ആവശ്യമുള്ള, നമുക്ക് എവിടെയൊക്കെ തിരുത്തൽ ആവശ്യമുണ്ടോ ആ തിരുത്തലുകൾ തിരുത്തിക്കൊണ്ട് മുന്നേറാനാണ് നമ്മൾ ജീവിത പാഠങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പരീക്ഷയാണ് ആദ്യം നമുക്ക് വരുന്നത്, പിന്നീട് നമ്മൾ ജീവിതം പഠിക്കുകയുള്ളൂ. അതാണ് ജീവിതത്തിൻ്റെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ. ആദ്യം പരീക്ഷ എഴുതുക, പിന്നീട് പാഠം പഠിക്കുക. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കും, എന്നിട്ട് പരീക്ഷ എഴുതും. ഇത് രണ്ട് കൺസെപ്റ്റാണ് അല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാലോ. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയായി എന്ന് പരിതപിക്കുന്നതിന് പകരം എന്താണ് എന്നിലെ പോരായ്മ എന്ന് കണ്ടെത്തുക. അവിടെ നിങ്ങൾ എന്ന വ്യക്തി സക്സസ്സിലേക്ക് നയിക്കും. പരാതികളും പരിഭവങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തികളും ഇല്ല. പക്ഷെ ആ പരാതികളും പരിഭവങ്ങളും എങ്ങനെ തീർക്കാം അതിനന്വേഷിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പോരായ്മയായിരിക്കും പരാതി. ആ പോരായ്മ തിരുത്തു, മുന്നോട്ട് പോകും.